നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത. അലഹബാദ് ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു കേസിനെക്കുറിച്ചുള്ള വിധി പറയുമ്പോൾ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെ ജന്മനാ ഉള്ള ജാതി ഒരിക്കലും മാറുകയില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് ഭയങ്കര ഒരു വിപ്ലവകരമാകുന്ന ഒരു നാഴികക്കല്ലാകുന്ന ഇന്ത്യൻ നീതിന്യായ കോടതിയിൽ നിന്ന് വന്ന പ്രസ്താവനകളിൽ, പരാമർശങ്ങളിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് ഈ പറഞ്ഞ പരാമർശം. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ. ഈ മതപരിവർത്തനമൊക്കെ നടത്തിയാൽ ഒരു SC/ST ആയിട്ടുള്ള ആൾ, ആ വ്യക്തി മറ്റൊരു മതത്തിലേക്ക് പോയാൽ, പ്രത്യേകിച്ചും മറ്റു മതമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തുമതത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ SC/ST സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നു എന്നാണ് ഇന്ന് വരെയുള്ള കീഴ്വഴക്കം. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തി ഒരു ബുദ്ധമതത്തിലേക്കോ സിഖ് മതത്തിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെടത്തില്ല. പക്ഷേ സ്പെസിഫിക്കലി മറ്റു മതങ്ങളിലേക്ക്, ഈ പറഞ്ഞതുപോലെ ഇസ്ലാമോ ക്രിസ്ത്യാനിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ SC/ST സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് വരെ ഈ രാജ്യത്തുള്ള കീഴ്വഴക്കം. ഈ ഒരു കാരണത്താൽ ഒത്തിരി കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പലരും ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ SC/ST സ്റ്റാറ്റസോടുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു റിസർവേഷൻ സ്റ്റാറ്റസോട് കിട്ടിയ പ്രിവിലേജസ്, ജോലിയാകാം, മറ്റെന്തെങ്കിലും പദവികളാകാം, അതൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതി, അങ്ങനെയുള്ള കിട്ടിയ പദവികൾക്കെതിരെയുള്ള കോടതി വ്യവഹാരങ്ങൾ ഒക്കെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയിൽ നിന്ന് വളരെയധികം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ചാണ് അലഹബാദ് കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരിക്കുന്നത്. ഒരു വ്യക്തി ജന്മനാ ഏത് കാസ്റ്റാണോ ആ കാസ്റ്റ് മാറുകയില്ല. ഒരു അന്യജാതിക്കാരനാകുന്ന വ്യക്തി വിവാഹം കഴിച്ചാൽ വിവാഹം കൊണ്ട് ആ കാസ്റ്റ് മാറുകയില്ല. മാത്രമല്ല, മതപരിവർത്തനം നടത്തിയാൽ പോലും ആ വ്യക്തിയുടെ ജന്മനാ ഉള്ള കാസ്റ്റ് മാറുകയില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത അവരുടെ കാസ്റ്റിനെ സംബന്ധിച്ചുള്ള അലിഗേഷൻസിന് കൊടുത്ത ഒരു കേസ്, ആ കേസിനെ കുറിച്ചുള്ള വാദം നടക്കുമ്പോൾ ആണ് കോടതി ഇപ്രകാരം ഒരു പരാമർശം നടത്തിയത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പരാമർശം ഇന്ത്യയിലെ നീതിന്യായ കോടതികളിൽ നടക്കുന്ന സമാനമാകുന്ന ഒത്തിരി കേസുകൾക്ക് ഒരു കീഴ്വഴക്കമായി തീരും. മാത്രമല്ല, നാളെ ഇന്ത്യയിൽ SC/ST ആയിട്ടുള്ള ആളുകൾ, മറ്റ് വിഭാഗത്തിൽപ്പെട്ട റിസർവേഷനുള്ള ആളുകൾ, അവർക്ക് മതം മാറുന്നതിന് ഇന്ന് വരെ വിലക്കായി നിന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങളാണ്. മതം മാറിയാൽ അവരുടെ പ്രിവിലേജസ് നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് പലപ്പോഴും അവർക്ക് ഇച്ഛയോടെ, അവരുടെ ഫ്രീ വില്ലിൽ, അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് താല്പര്യമുള്ള ഒരു വിശ്വാസത്തിൽ പോകുവാൻ കഴിയാതെ അവരെ തടഞ്ഞു നിർത്തിയിരുന്നത്. എന്നാൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഈ വിധി ദൂരവ്യാപകമാകുന്ന ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു വിധി വന്നു എന്ന് വിശ്വസിക്കുവാൻ പോലും കഴിയുന്നില്ല. അത്രയധികം വലിയ വിപ്ലവകരമാകുന്ന ഒരു പരാമർശം, കോടതിയിൽ നിന്ന് വന്ന ഒരു പരാമർശം. ഈ വാർത്ത ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊത്തിരി ഇത്തരത്തിലുള്ള കേസുകളെ സ്വാധീനിക്കുവാൻ പോകുന്ന ഒരു പരാമർശമാണ്, ഒരു കീഴ്വഴക്കമായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.